ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിക്വസ്റ്റ് വന്ന വീഡിയോയാണ്. പല ടോപ്പിക്കുകൾ ഞാൻ എടുക്കുന്നത് റിക്വസ്റ്റ് വരുന്നതിനനുസരിച്ചാണ്, മനസ്സിലായോ? അപ്പോൾ ഒരുപാട് പേരിങ്ങനെ റിക്വസ്റ്റ് ചെയ്യും, ഇന്ന വീഡിയോ എടുക്കുക, ഇന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മളതിൽ കൂടുതലായിട്ട് വരുന്നവരുടെ ടോപ്പിക് എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക് നമ്മളുടേത്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോയാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി നിങ്ങളൊന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് വീഡിയോ കാണണം. ആദ്യം നമുക്ക് അവരുടെ കറണ്ട് എനർജി ഒന്ന് നോക്കാം. എംപ്രസ് ആണ് വന്നിരിക്കുന്നത്. Knight of Swords, Nine of Cups, the Star, Seven of Wands, Page of Wands, Queen of Wands, Wheel of Fortune, Strength. ഇവിടെ വന്നിരിക്കുന്നത് 6 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നത് 6 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? കടന്നു പോവുകയാണ്, മനസ്സിലായോ? നമ്മളിവിടെ 3, 6, 10, 11 കാർഡ്സ് വന്നിട്ടുണ്ട്. 10 കാർഡ്സാണ് ഉദ്ദേശിച്ചത്, 11 കാർഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷൻ പീരീഡിലാണെന്ന് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, നോ കോണ്ടാക്ട് അവസ്ഥയാണ്. ഇവിടെ അവർ കർമ്മ ഫേസ് ചെയ്യുകയാവാം, അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ദുഃഖം അനുഭവിക്കുന്നതായിട്ടോ, ചിലപ്പോൾ ഹെൽത്ത് പ്രോബ്ലം ആകാം, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ അവരിവിടെ ഉറക്കമില്ലായ്മ അനുഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അവർക്ക് ചുറ്റും പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് കാണുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് ചുറ്റുമുണ്ട്. പക്ഷെ അവരിവിടെ ഇതിനെ മറികടക്കാൻ ശ്രമിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ മറികടക്കാൻ ശ്രമിക്കുമല്ലോ, അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രശ്നം മാത്രമല്ല, അവർക്ക് കുറേ പ്രശ്നങ്ങൾ അവർക്ക് ചുറ്റും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒന്ന് റിമൂവ് ആയിട്ട് വരണം, എന്നാൽ മാത്രമേ നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എംപ്രസിൻ്റെ എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾ മാരീഡ് ആവാം, അതുമല്ല എങ്കിൽ നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ചില വ്യക്തികളാവാം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ എക്സ്ട്രാ മാരിറ്റൽ അഫേഴ്സ് ആവാം, കപ്പിൾസിൻ്റെ ഇടയിലുള്ള കണക്ഷൻ ആവാം. ഇത് എന്തായാലും ശരി, നിങ്ങൾ വളരെയധികം സ്നേഹത്തിലൂടെ മുന്നോട്ട് പോയിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 പേർക്കും ഇവിടെ എന്തോ ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. കാരണം ഇതൊരു ഡിവൈൻ ഫെമിനിൻ എനർജിയാണ്. ഈ ഒരു എനർജിയിൽ വളരെ വലിയ വ്യത്യാസമൊന്നും വരില്ല. എന്നിരുന്നാൽ കൂടെ ഇവിടെ എക്സ്പീരിയൻസിങ് ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ ഇവിടെ എക്സ്പീരിയൻസിങ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പദവിയിലേക്ക് എത്തിച്ചേർന്നത് എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ നല്ലതുപോലെ സന്തോഷം അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു കണക്ഷനിൽ.
അപ്പോൾ ഇപ്പോഴത്തെ ഈ അവസ്ഥയെന്ന് പറയുന്നത് നോ കോണ്ടാക്റ്റ് ആണ്. നിങ്ങൾ തമ്മിൽ ഇവിടെ വേർപിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ അവർ നിങ്ങളുടെ പിന്നാലെ വന്ന് നിങ്ങളെ ഒരുപാട് പ്രേരിപ്പിച്ചിട്ടാണ് ഈ ഒരു ബന്ധത്തിലേക്ക് വന്നിരിക്കുന്നത് എന്ന് കാണുന്ന നൈറ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കണക്ഷൻ വേണ്ട എന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തികളാവണം. അവിടെ നിന്നും നിങ്ങളെ ഈ ഒരു ബന്ധത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി നിങ്ങളുടെ പിന്നാലെ നടന്ന് ഒരുപാട് മെസ്സേജസ് അയച്ച, അല്ലെങ്കിൽ ഒരുപാട് കോൾ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നടന്ന് എപ്പോഴും നിങ്ങളെ കാണണമെന്ന് ആവശ്യപ്പെട്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെ അവരിവിടെ വശത്താക്കി എന്നുള്ളത് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും. എന്നിട്ട് അവർ താൽക്കാലികമായ സന്തോഷം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അവർ ഒരുപാട് സന്തോഷം അനുഭവിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഈ ഒരു കണക്ഷൻ. പക്ഷെ എന്നാലോ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളുമാണ്. ഇവിടെ കണ്ടില്ലേ, പ്രശ്നങ്ങൾ ഒരുപാട് ചുറ്റിനുമുണ്ട്. അവർക്ക് ചുറ്റിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റിനും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ നിങ്ങളുടെയും കൂടെ എനർജി വരാം കുറേയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റിനും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താവാം നിങ്ങൾ തമ്മിലുള്ള നോ കോണ്ടാക്ട് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെയും എന്താണ്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ തമ്മിൽ നല്ല ഫൈറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നല്ല ഫൈറ്റിംഗ് ഉണ്ടാവും, നിങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞു പോവുകയും ചെയ്യുക. കണ്ടോ, 5 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. എന്തൊക്കെയോ കാര്യം പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ വഴക്കിടുന്നു. രണ്ടുപേരും തമ്മിൽ ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളാവാം. അതുമല്ല എങ്കിൽ ഇത് ഏതൊരു ഏതൊരു ബന്ധത്തിലുമുള്ള ആൾക്കാർക്കും ബാധകമാണിത്. ഈ ഒരു റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഏതൊരു ബന്ധത്തിലും എന്ന് പറയുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആവാം, അതുമല്ല എങ്കിൽ റിലേഷൻഷിപ്പ് ആകാം, അതുമല്ല എങ്കിൽ കപ്പിൾസ്, അങ്ങനെ ലവേഴ്സ്, ആരുടെ ഇടയിലുമുള്ള ബന്ധത്തിനും ഇത് ബാധകമാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് എടുക്കണം കേട്ടോ. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളുണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് അകൽച്ചയും ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പിണങ്ങുന്നുണ്ട്. കണ്ടോ, ഇടയ്ക്ക് നിങ്ങൾ പിണങ്ങി പോകുന്നുണ്ട്. പക്ഷെ വലിയ അകൽച്ച ഇല്ലാത്ത പിണക്കമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല. ഒരാൾ അങ്ങോട്ട് പിരിഞ്ഞു പോയി, പിന്നെ വീണ്ടും ഒരാൾ മറ്റൊരാളിനെ ചേസ് ചെയ്യുന്നു, അങ്ങനെ വരാം. പക്ഷെ നിങ്ങൾ കൂടുതൽ ചേസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവരെപ്പോഴും സമൂഹത്തിൽ ഒരു ഉയർന്ന പദവിയിലുള്ള ആൾക്കാരാണെന്ന് കാണുന്നുണ്ട്. അവരുടെ ഉള്ളിൽ കുറച്ചൊക്കെ ഈഗോ ഉണ്ടാവും, മനസ്സിലായി. അവർ നിങ്ങളെ പിന്തുടർന്ന് നിങ്ങളെ വശത്താക്കിയതാണ്. കണ്ടില്ല ഇവിടെ സ്ട്രെങ്ത്. ഒരുപാട് പഞ്ചാര വാക്കുകൾ പറഞ്ഞ് ഒരുപാട് നിങ്ങളെ മയക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ നിങ്ങളെ വശത്താക്കുന്ന രീതിയിലുള്ള ഏത് തരത്തിൽ, ആദ്യം നിങ്ങൾ എതിർത്ത് കാണണം ഈ ഒരു റിലേഷൻഷിപ്പിൽ. എനിക്ക് പറ്റില്ല, ഞാൻ ഫാമിലിയായിട്ട് കഴിയുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ എനിക്ക് വേറെ ചില പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു ബന്ധത്തെ എതിർത്തിട്ടുണ്ടാവണം. പക്ഷെ അവർ അതൊന്നും സമ്മതിച്ചു തന്നിട്ടില്ല. അവർ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ ആഗ്രഹം സാധിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അവർ ഒരുപാട് ക്ഷമയോടുകൂടിയും ഒത്തിരി സ്നേഹത്തോടുകൂടിയും നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇത് ദീർഘകാലം പോകാനുള്ളതാണ്, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് എന്നൊക്കെ, ഞാൻ ആരെയും ഇതുവരെ സ്നേഹിച്ചിട്ടില്ല, ഇതുപോലെ ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവണം നിങ്ങളോട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അവർക്ക് വശമ്മതരായി പോയി എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ പിടിയിൽ വീണു, അവരുടെ വാചകമടിയിൽ നിങ്ങൾ വീണു. അതാണ് ഇവിടെ കാണുന്നത്, മനസ്സിലായോ? അപ്പോൾ ഈ ഒരു കണക്ഷനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് അവരുടെ ആ വാചകമടി നിമിത്തം മാത്രമാണ്, അല്ലെങ്കിൽ അവരുടെ തൽക്കാലത്തേതായ ആ ഒരു എനർജിയിലൂടെ നിങ്ങളെ വശത്താക്കി എന്ന് വേണം ഇവിടെ പറയാൻ. അപ്പോൾ തീർച്ചയായിട്ടും പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറെ കാലം നല്ല സ്നേഹത്തിലാണ് പോയത്. പക്ഷെ പിന്നീട് അകൽച്ച വന്നു, അവർ വിഷമിക്കേണ്ടി വന്നു, അവർക്ക് വിഷമം വന്നു. കണ്ടില്ല, അവർ നല്ല രീതിയിൽ കഴിഞ്ഞിരുന്നതാണ്. അവരും ഒരു സ്റ്റാറിനെ പോലെ സമൂഹത്തിലൊക്കെ തിളങ്ങിയിരുന്ന ആൾക്കാരായിരിക്കണം. എന്നിട്ട് വീണ്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോ കോണ്ടാക്ട് വരുന്നു, വീണ്ടും നിങ്ങൾ തമ്മിൽ അടുക്കുന്നു, വീണ്ടും കുറെ കാര്യങ്ങൾ പറയുന്നു, വീണ്ടും കരയുന്നു. കണ്ട, വീണ്ടും കരച്ചിലായി, ഉറക്കമില്ലായ്മയായി, ഇങ്ങനെ പല ദിവസങ്ങളും നിങ്ങൾ തള്ളി നീക്കിയിട്ടുണ്ടാകാം നിങ്ങളും അവരും. നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളാണ് ഈ കണ്ടതെല്ലാം. കണ്ടില്ലേ? അപ്പോൾ ഇവിടെ പിന്നെയും അവർ നോക്കുന്നു, നിങ്ങൾ നോക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
വീണ്ടും വരുന്നുണ്ടോ, വീണ്ടും വിളിക്കുന്നുണ്ടോ, വീണ്ടും മെസ്സേജ് വന്നിട്ടുണ്ടോ, ഇന്നത്തെ ദിവസം എന്താണ്, പ്രൊഫൈൽ മാറ്റിയോ, DP എന്താണ്, ഇതൊക്കെ എപ്പോഴും അല്ലെങ്കിൽ എത്ര നേരം വരെയും ഓൺലൈൻ ഉണ്ടായിരുന്നു, ഇതൊക്കെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ്? പരസ്പരം സ്നേഹമുണ്ട്. പക്ഷെ ഇവിടെയോ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്കിടയിലുള്ള സാഹചര്യത്തിന് ഒരുപാട് വ്യത്യാസം വരാം. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നല്ല സ്നേഹത്തിൽ പോകാം, അല്ലെങ്കിൽ നല്ലതുപോലെ അടിയിട്ടിട്ട് പിരിഞ്ഞിട്ടുണ്ടാവണം. ഇനി ഒരിക്കലും മിണ്ടുകയില്ല, ഇനി ഒരിക്കലും കാണുകയില്ല, ഇനി ഇങ്ങനെ ഒരു കൂടിച്ചേരൽ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ വിധിയാണ്. മനസ്സിലായോ? നിങ്ങളുടെ ഫോർച്യൂൺ ഇതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ബന്ധങ്ങളിലൂടെ എക്സ്പീരിയൻസ് ചെയ്ത് മുന്നോട്ട് വരികയാണ് ചെയ്തത്. നിങ്ങൾക്കും ചിലപ്പോൾ 2ഉം 3ഉം ബന്ധങ്ങൾ ഉണ്ടാവാം, റിലേഷൻഷിപ്പ്. അവർക്കും അതുപോലെ ഉണ്ടാവണം. എന്നിട്ടോ അങ്ങനെ എക്സ്പീരിയൻസിലൂടെ മാത്രമാണ് ഓരോ തരത്തിലുള്ള ബന്ധങ്ങളിൽ നിന്ന് ഓരോരോ പാഠങ്ങളാണ് പഠിക്കുന്നത്. മനസ്സിലായോ? നിങ്ങളോടുള്ള കണക്ഷനിൽ നിന്നും അവർ ഒരു പാഠം പഠിക്കുന്നു, അല്ലെങ്കിൽ അവരോടുള്ള കണക്ഷനിൽ നിന്ന് നിങ്ങളൊരു പാഠം പഠിക്കുന്നു. പരസ്പരം ഇവിടെ ഓരോരോ ബന്ധങ്ങളിൽ നിന്നും, ഇവിടെ ഒരേ ഒരു ബന്ധം മാത്രമല്ല, പലതരത്തിലും ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലതരത്തിലും ചീറ്റിങ്ങുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം നിങ്ങളുടെ ജീവിതത്തിൽ. അവരുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിലും ചീറ്റിങ്ങുകൾ വന്നിട്ടുണ്ടാവാം. അത് ഇത്തരത്തിലുള്ള ബന്ധത്തിൽ മാത്രമല്ല, മറ്റു പല കാര്യങ്ങളിലും ഉണ്ടാവാം. അവിടെ നിന്നുമാണ് നിങ്ങൾ ചിലപ്പോൾ ആരുടെയെങ്കിലും സ്നേഹം കിട്ടുമ്പോൾ അവിടേക്ക് ചായുന്നത്. ഒരുപാട് വിഷമിച്ച് കഴിയുന്ന ചില ആൾക്കാർ, ഒരുപാട് പരാജയങ്ങളിൽ കഴിയുന്ന ചില ആൾക്കാർ എവിടെ നിന്നെങ്കിലും ഒരു സ്നേഹം കിട്ടുന്നു, അല്ലെങ്കിൽ കുറച്ചൊന്ന് സപ്പോർട്ട് കിട്ടുന്നു, അങ്ങനെയൊക്കെ കാണുമ്പോൾ അങ്ങോട്ടേക്ക് അങ്ങ് ചായും. മനസ്സിലായോ? അപ്പോൾ ആദ്യം അവർ നിങ്ങളെ വശത്താക്കിയതാണ്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വശത്താക്കിയതാണെന്ന് ആലോചിക്കണം. പക്ഷെ എന്നിരുന്നാൽ കൂടെയും വീണ്ടും തമ്മിലും ബഹളവും അകൽച്ചയും ഒക്കെ സംഭവിക്കുന്നുണ്ട്. ഇവിടെ കാണുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിനൊരു മാറ്റം വരികയാണ് ചെയ്യുന്നത്. ഇനിയും നിങ്ങൾ മറ്റൊരു ബന്ധത്തിലേക്ക്, മറ്റൊരു കണക്ഷനിലേക്ക് പോകുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഇനി മാറ്റം വരാനുള്ള സമയമാണ് വന്നിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സോൾ കുറച്ച് പ്യുവർ ആകാനുണ്ട്. എക്സ്പീരിയൻസിലൂടെയാണ് സോൾ പ്യുവർ ആകുന്നത്. പാഠങ്ങൾ പഠിക്കാതെ ഒന്നും നമുക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല. ആരോടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയണമെങ്കിൽ നമ്മൾ അത് പഠിച്ചിരിക്കണം, അല്ലേ? അല്ല വെറുതെ നമുക്കൊരു കാര്യം പറയാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു അറിവുണ്ടാവണം. ഇനി നിങ്ങൾ തമ്മിൽ വീണ്ടും കൂടിച്ചേരണമെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോഴത്തെ അകൽച്ചയിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ അകൽച്ചയിലാണ്, കണ്ടില്ലേ? കൂടിച്ചേരണമെങ്കിൽ എന്താണ് ഇനി വേണ്ടത്? ഇനി വേണ്ടത് തീർച്ചയായിട്ടും കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്കിവിടെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. വീണ്ടും നിങ്ങൾ തമ്മിൽ ഒരു തുടക്കത്തിലേക്ക് വരും എന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ ആദ്യം നിങ്ങളെ അവർ വിട്ടുപോയിട്ടുണ്ടാകാം. അവർ നിങ്ങളെ കീഴ്പ്പെടുത്തി, അല്ലെങ്കിൽ നിങ്ങളെ വശത്താക്കി, എന്നിട്ട് അവർ തന്നെ നിങ്ങളെ വിട്ടുപോകുന്നു. കണ്ടില്ല? അവരിവിടെ വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ സ്നേഹത്തിലാക്കിയിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് അവർ വിട്ടുപോകുന്നു. നിങ്ങൾ ഇപ്പോഴാണെങ്കിലോ നിങ്ങളും വിട്ടുപോകുന്നുണ്ട്. മനസ്സിലായി? ഇനി വീണ്ടും അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. കണ്ടില്ലേ? ഇനി അവർ നിങ്ങളെയുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ അതാണ് ഇവിടെ ഏസ് ഓഫ് വാൻസ് വന്നിരിക്കുന്നത്. ഇനി അങ്ങനെ ആഗ്രഹിക്കും. കാരണം ഇവിടെ അനുഭവങ്ങൾ കൂടുതലായിട്ട് പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ ഈ അനുഭവങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾ ശരിയായിട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സോൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കണക്ഷനിലേക്ക് നീങ്ങാനായിരിക്കണം ആഗ്രഹിക്കുന്നത്. അതാണ് ഇവിടെ വീണ്ടും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. പല കാര്യങ്ങൾ, പല തരത്തിലുള്ള വിഷമങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, ഒത്തിരി ടെൻഷൻ അനുഭവിച്ചു കഴിയുന്നു, ഒരുപാട് ഉറക്കമില്ലായ്മ അനുഭവിക്കുന്നു.
എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവാം അല്ലേ? അതെന്തിനു വേണ്ടിയാണ്? നിങ്ങൾ ശരിയായ രീതിയിൽ ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഒന്ന് ശരിയായിട്ട് മനസ്സിലാക്കാനും അത് പഠിക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. ഇനി ചിലപ്പോൾ നിങ്ങൾ ഒരു സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾക്ക് കടക്കാനുള്ള സാധ്യതയാണ്. സ്റ്റാറാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഇനി നിങ്ങൾ സ്വയം ഹീല് ചെയ്യാൻ തുടങ്ങും. കാരണം ഈ വന്ന വേദനകളെ നിങ്ങൾ ഹീല് ചെയ്യാൻ തുടങ്ങും. അവരിൽ നിന്നും നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് അങ്ങനെ ഹീല് ചെയ്യാൻ തുടങ്ങിയിട്ട് നിങ്ങൾ ഒരു സ്പിരിച്വൽ വേയിലൂടെ ചിലപ്പോൾ മുന്നോട്ട് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊരു വിധിയാണ് എങ്കിൽ അവരെന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത്, അവർ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിവിടെ സാധിച്ചിരിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഇനി അവർക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് നോക്കാവേ. സിക്സ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. കുറച്ചൊക്കെ വ്യത്യാസം വന്നു. കുറെ കാര്യങ്ങൾ നിങ്ങളെപ്പറ്റി അവർ മനസ്സിലാക്കിയിരിക്കുന്നു ഇവിടെ. കാരണം നിങ്ങൾ നല്ല കഴിവുള്ള വ്യക്തികൾ. കുറെ അടിയിട്ടു, പിരിഞ്ഞു, വഴക്കിട്ടു. അതിനുശേഷമാണ് നിങ്ങൾ ചിലപ്പോൾ ഒരു സ്പിരിച്വൽ വേയിലൂടെ വരാനുള്ള തുടക്കം വന്നിരിക്കുന്നു. എന്നിട്ടാണ് അവർ നിങ്ങളെ ഇത്തരത്തിൽ കാണുന്നത്. അവർ നിങ്ങളെ കാണുന്നതാണിത്. സിക്സ് ഓഫ് വാൻസിന്റെ എനർജി. നിങ്ങൾ ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്, നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് എന്ന് അവർ നിങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വന്നിരിക്കുകയാണ്. ചിലപ്പോൾ അവരും ഇത് വിചാരിച്ചിട്ടുണ്ടാവണം. എന്താണ് ജീവിതത്തിൽ വെറുതെ ഇരുന്നതാണ്, പക്ഷെ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് സംഭവിച്ചു പോയി. ഇത് യൂണിവേഴ്സ് വരുത്തിയ മാറ്റമാണോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ യൂണിവേഴ്സ് തന്നെ തന്നതാണോ? ഇതൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ. അപ്പോൾ അതുവഴിയാണ് കുറെ എല്ലാം അനുഭവിച്ചു കഴിഞ്ഞ് ഇനി അങ്ങ് സ്പിരിച്വൽ വേയിലൂടെ പോകാം എന്നൊക്കെ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചിട്ട് നിങ്ങൾ ഒരു ഉയരത്തിലേക്ക് പോകുന്നതായിട്ടാണ് അവരിവിടെ കാണുന്നത്. മനസ്സിലായോ? ആദ്യമൊക്കെ നിങ്ങൾ അവരെ ചേസ് ചെയ്തിട്ടുണ്ടാവണം. അവർ വിട്ടുപോയി, ഇടയ്ക്കിടയ്ക്ക് അവർ വിട്ടുപോകുന്നു, നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നു. ഇനിയും അവർ നിങ്ങളെ ചേസ് ചെയ്യും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു പ്രസൻസ് അവർക്ക് വേണം. നിങ്ങൾക്ക് നല്ല വ്യത്യാസം വന്നിരിക്കുന്നു, നിങ്ങൾക്ക് നല്ല മാറ്റം വന്നിരിക്കുന്നു എന്നൊക്കെ അവരിവിടെ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. കണ്ടില്ലേ? സമൂഹത്തിൽ ഒരു ഉയർന്ന പദവിയിലേക്ക് നിങ്ങൾ വരികയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതനുസരിച്ച് അവർ നിങ്ങളെ വീണ്ടും ചേസ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഇവിടെ സോൾ പ്യുവർ ആകുന്നത്. സോൾ പ്യുവറായിട്ട് വീണ്ടും നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒന്നിച്ചു കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത്. നമുക്ക് നോക്കാം. എന്താണ് വരാൻ പോകുന്നതെന്ന് കണ്ട സൺ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ട് സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് അവരിവിടെ ചിന്തിക്കുന്നുണ്ട്. അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു ഈ ഒരു കാര്യം, നിങ്ങളുമായിട്ട് വീണ്ടും സന്തോഷമായിട്ട് പോകണമെന്ന്. ഒന്ന് കുട്ടികളായിട്ട് ഒത്തുചേർന്ന് വളരെയധികം സന്തോഷത്തിൽ ഹാപ്പിനെസ്സിലേക്ക് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഒരു വെളിച്ചം എന്ന് പറയുന്നതാണ് ദൈവികമായ എനർജി എന്ന് പറയുന്നത്. മനസ്സിലായി? അവർ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി. എവിടെ ഇരുന്നാലും നിങ്ങളുമായിട്ട് ലവ് പ്രപ്പോസ് ചെയ്യുക. ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു കപ്പ് എനർജി എന്ന് പറയുന്നത് എന്താണ്? വളരെയധികം ദൈവാനുഗ്രഹത്തോടു കൂടിയുള്ളതാണ്. നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറയുന്നത് എന്താണ്? വളരെയധികം ദൈവികമായ എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഇവിടെ ഒരു നല്ല കണക്ഷനാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ സോൾ പ്യുവർ ആകാൻ തുടങ്ങുന്നു. പ്യുവർ ആയിട്ട് തന്നെ നിങ്ങൾ ഒരു നല്ല കണക്ഷനിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ സിക്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. വീണ്ടും നിങ്ങൾ ഒത്തുചേരുന്നു. എയ്റ്റ് ഓഫ് വാൻസ്. വളരെയധികം ഫാസ്റ്റിലാണ് ആക്ഷൻ. പിന്നീട് പെട്ടെന്നാണ് ഉണ്ടാവുന്നത്. അങ്ങനെ പിരിഞ്ഞു പോയി കഴിയുമ്പോൾ വളരെയധികം വേദന വീണ്ടും അനുഭവിക്കുന്നു. ഇതൊരു ടിൻ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷന്റെ എനർജി തന്നെയാണ്. കാരണം ഇവിടെ സിക്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. സിൻസിയറായ ഒരു ലവ് ആയിരുന്നു നിങ്ങൾക്ക് അവരോടുള്ളത്, അവർക്ക് നിങ്ങളോടും ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു കണക്ഷനിലൂടെ തീർച്ചയായിട്ടും ഒരുപാട് പാഠം പഠിച്ചിട്ടുണ്ടാവും. മനസ്സിലായ? നൈറ്റ് ഓഫ് കപ്സ്. എവിടെ ഇരുന്നാലും ലവ് പ്രപ്പോസ് ചെയ്യാനുള്ള മനസ്സ്. വീണ്ടും നിങ്ങളുമായിട്ട് ആ സിൻസിയറിറ്റി നിലനിർത്തണം. സിൻസിയർ ആയിരുന്നു നിങ്ങൾ തമ്മിലുള്ള ലവ്.
മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയൊക്കെ നിങ്ങളെ വശത്താക്കിയതും നിങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായതും വിട്ടുപോയതും എല്ലാം അതുകൊണ്ട് തന്നെയാണ്. അവരുടെ ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വീണ്ടും നിങ്ങളുമായി ഒത്തുചേരണം, പാഠങ്ങൾ കുറച്ച് പഠിക്കണം. അവർക്ക് മനഃപൂർവ്വം നിങ്ങളെ ദ്രോഹിക്കണമെന്ന് ഒന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അവർക്കും നിങ്ങളോട് ഒരു നിഷ്കളങ്ക പ്രണയമായിരുന്നു. നിങ്ങളെ ആദ്യം കണ്ടപ്പോൾ നിങ്ങളെ അങ്ങ് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് തന്നെ നിങ്ങളെ സ്നേഹിക്കണം, അല്ല എങ്കിൽ നിങ്ങളെ വശത്താക്കണം എന്ന് ഒരു ഉദ്ദേശം ആദ്യം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് അനുഭവങ്ങൾ വന്നതോടുകൂടി നിങ്ങളെ ശരിയായ രീതിയിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് നോക്കാവേ ഉറക്കെ കൺസിഡർ. ഇന്നസെൻസ് ആണ്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഗോയിങ് വിത്ത് ദ ഫ്ലോ ആണ് ബോട്ടം വന്നിരിക്കുന്നത്. ഫ്ലോ അനുസരിച്ച് അത് ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോവുക, അതാണ് വിചാരിച്ചിരിക്കുന്നത്. ഇവിടെ ക്രിയേറ്ററാണ് വന്നിരിക്കുന്നത്. അവർക്ക് നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തികൾ, കണ്ടില്ലേ? ഇതൊരു ക്രിയേറ്റിവിറ്റിയുടെ എനർജിയാണ്. ഇവിടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ സൈക്കിൾ ചക്രയുടെ ആക്ടിവേഷൻ ആണ്. ഇതൊരു ക്രിയേറ്റിവിറ്റിയാണ്. കാരണം നിങ്ങളെ നല്ലൊരു ഗുരുവായിട്ട് അവർ കരുതുന്നുണ്ട്. നിങ്ങളെ തീർച്ചയായിട്ടും അവർ കണ്ടില്ലേ, ഈ ഒരു എനർജി നിങ്ങളിലൂടെയാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതവർക്ക് നേരത്തെ ഉണ്ടായിരുന്നില്ലായിരിക്കണം ചിലപ്പോൾ. ഇതൊരു പാഠമാണ്. നിങ്ങൾ അവരിൽ നിന്നും അവർ നിങ്ങളിൽ നിന്നും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പോട് കൂടി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. എങ്ങനെ ഇനി ജീവിതത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം നിങ്ങൾ ശരിയായ രീതിയിൽ പഠിച്ചിട്ടുണ്ടാവണം. അങ്ങനെ പഠിച്ചിട്ട് ചിലപ്പോൾ നിങ്ങളുടെ സോൾ പ്യുവർ ആകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പിരിച്വൽ വേയിലൂടെ വരണമെന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാവും. അതുകൂടെ കുറെ കഴിയുമ്പോൾ അവർ വീണ്ടും നിങ്ങളെ തിരക്കി തന്നെ വരും. വീണ്ടും നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതാണ് ഇവിടെ ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്ന. ഔട്ട്സൈഡർ കണ്ടില്ലേ, വെളിയിൽ നിന്ന് ആരോ വരുന്നതായിട്ട് ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. വീണ്ടും നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട് അവർ. ഇവിടെയോ തിരിച്ചറിവ് വരികയാണ്. ഇന്നസെൻസ് ആണ്, കണ്ടില്ലേ? തീർച്ചയായിട്ടും മനസ്സിൽ കളങ്കമൊന്നുമില്ല. ഇനിയെങ്കിലും മുന്നോട്ട് സന്തോഷത്തോടു കൂടി പോകണമെന്നുള്ള ചിന്തയേ ഉള്ളൂ. അല്ലാതെ നിങ്ങളെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കണമെന്നോ അല്ലാതെ നിങ്ങളെ ഒന്ന് ചീറ്റ് ചെയ്യണമെന്നോ ഒന്നും യാതൊരു ആഗ്രഹവും ഇല്ലാത്ത വ്യക്തിയാണ് ഈ ഒരു വ്യക്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ കണ്ടില്ലേ, അവയർനെസ് വരുന്നു. നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും കുറേയൊക്കെ തിരിച്ചറിവുകൾ വരുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിലൂടെ വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ അവയർനെസ് വരുന്നത്. കണ്ടില്ലേ, നിങ്ങളുടെ രൂപം തന്നെ മാറിപ്പോവുകയാണ്. ഇവിടുന്ന് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ രൂപത്തിൽ നിന്ന് നിങ്ങൾ മറ്റൊരാളായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മറ്റൊരാളായിട്ട് മാറുമ്പോഴാണ് യഥാർത്ഥത്തിലുമുള്ള ജീവിതം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, അവർക്ക് മനസ്സിലാകുന്നത്. മനസ്സിലായോ? എന്തുകൊണ്ടാണ്? എക്സ്പീരിയൻസിങ് ആണ്. ഇവിടെ പഠിച്ച പാഠങ്ങൾ, അതിന് മുൻപേ പഠിച്ചതും ഇതിൽ നിന്നും പഠിച്ചതുമായ പാഠങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും സോള് ക്ലിയർ ആവുന്നു. എന്നിട്ടാണ് വീണ്ടും നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ അതാണ്, കണ്ടില്ലേ, ക്ലിയറായി വരികയാണിത്. ക്ലിയറായി വന്നിട്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. സിൻസിയർ ലവ്. വീണ്ടും എത്ര ശത്രുതയുണ്ടെങ്കിലും വീണ്ടും അതെല്ലാം മറന്ന് വീണ്ടും ഒന്നിച്ച് തന്നെ മുന്നോട്ട് പോകും. കുട്ടികളെ പോലുള്ള നിഷ്കളങ്കതയാണ് ഇവിടെ. കണ്ടില്ലേ, ഇവിടെ വന്നിരിക്കുന്നതാണ് ഇന്നസെൻസ് ആണ്. പാവമാണ്, ഉള്ളു വെറും പാവമാണ്. സ്നേഹിക്കാൻ മാത്രമേ അറിയൂ എന്നുള്ള ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നു. ഇതാണ് അവരുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ചീറ്റിങ്ങിലൂടെ ഒന്നും വരാനല്ലായിരിക്കും. ഇത് എല്ലാവർക്കും ബാധകമാണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്നത് എടുക്കണം കേട്ടോ. എല്ലാവരുടെയും കാര്യം ചിലപ്പോൾ ഇങ്ങനെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നമ്പേഴ്സ് പറയാനാണെങ്കിൽ നമ്പർ 1 വന്നിട്ടുണ്ട്, നമ്പർ 8 വന്നിട്ടുണ്ട്, നമ്പർ 8 വന്നിട്ടുണ്ട്, ഇവിടെ 9 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സണ്ണിൻ്റെ 111 വന്നിട്ടുണ്ട്, 11 ഒക്കെ നിങ്ങൾ കാണുന്നവരായിരിക്കണം അല്ലേ. അത് തന്നെയാണ് നമുക്ക് സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് പോകാനുള്ള ഏറ്റവും നല്ല നമ്പർ വരുന്നത്. ഈ നമ്പറുകൾ നമ്മൾ തുടർച്ചയായിട്ട് കാണുമ്പോൾ മാത്രമാണ് സ്പിരിച്വൽ വേയിലൂടെ വരാൻ കഴിയുന്നത്. ഇവിടെ എങ്ങനെയാണ്? സണ്ണിൻ്റെ നമ്പർ 1 ആണ്. ഏസ് ഓഫ് വാൺസിന്റെ നമ്പർ കണ്ടില്ലേ, ഇവിടെ എങ്ങനെയാണ്? 11 വന്നിട്ടുണ്ട്, 111 വന്നിട്ടുണ്ട്, അതുപോലെ 333 വന്നിരിക്കുന്നു ഇവിടെ. പിന്നെ നിങ്ങളുടെ ടോറസ് ആണ്. സോഡിയാക് സൈൻ പറയാനാണെങ്കിൽ
കാപ്രിക്കോൺ വന്നിട്ടുണ്ട്, ക്വേറിയസ് വന്നിട്ടുണ്ട്, സോഡ എയർ സൈൻ, ജെമിനി, ലിബ്ര, ക്വേറിയസ് വന്നിട്ടുണ്ട്. ഇവിടെ കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വാൻസ്, ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി വന്നിട്ടുണ്ട്. എല്ലാ എനർജീസും വന്നിട്ടുണ്ട്. സോഡിയാക് സൈൻ എല്ലാം വന്നിട്ടുണ്ട് ഇവിടെ. അത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ റീഡിങ്. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് റിസണേറ്റ് ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കരുത്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ. പിന്നെ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.